ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാ നോമ്പിനും മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമായിട്ട് ഇത് ഞാൻ എല്ലാ പ്രാവശ്യം ഇത് ഉണ്ടാക്കും കേട്ടോ. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാമോളം ഉണ്ടാകും. ഞാനിപ്പോൾ എല്ലുള്ള ചിക്കനാണ് എടുത്തത്. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എല്ലില്ലാത്ത ചിക്കൻ ആണെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണോളം തൈരും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലതുപോലെ മസാല തേച്ച് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2-3 മിനിറ്റ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ചോട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ, ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ചിക്കൻ അവിടെ നിന്ന് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഇത്രയും ഐറ്റംസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി, തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ നല്ലപോലെ കുക്കായപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഇതേപോലെ ബ്രെഡാണ്. ഞാനിപ്പോൾ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഗ്ലാസ് അല്ലെങ്കിൽ കുക്കിംഗ് കട്ടറില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഇതേപോലെ അതിങ്ങനെ ഒട്ടിയിട്ട് പ്രസ്സായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അത് വിട്ടൊന്നും പോകില്ല, അതവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് 2 എണ്ണമായിട്ട് കട്ട് ചെയ്യും. ഏകദേശം ഒരു 10-14 എണ്ണം ഞാൻ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയും കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലിന് പകരം വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിപ്പോൾ അത് പൊടിച്ചിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഭാഗമില്ലേ, അത് നമുക്ക് കളയൊന്നുമില്ല. അത് എന്താ പറയുക, പൊടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡിൻ്റെ കട്ട് ചെയ്ത ബ്രെഡില്ലേ, അത് ഓരോന്നോരോന്നായി ആദ്യം മുട്ടയിലും മൈദയിലും കോട്ട് ചെയ്തിട്ട് മുക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ മുഴുവനായിട്ട് ചെയ്തെടുക്കാം. ഫുള്ളും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ളൊരു മയോണീസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ചെറിയ വെളുത്തുള്ളിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാട്ടോ ഞാൻ ആകെ ഒഴിച്ചിട്ടുള്ളൂ, അത് മതി. 2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. എന്നിട്ട് എന്താ പറയുക, നല്ല സ്പീഡിൽ ഹൈ സ്പീഡിൽ ഒരു 10 സെക്കൻഡോളം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം നല്ലതുപോലെ അടിച്ചെടുത്താൽ മതി. നല്ല തിക്കായിട്ടുള്ള മയോണൈസ് നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചൂടായ ഓയിലിട്ടിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ച് നമ്മളെ ബ്രെഡില്ലേ, അത് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് കോരാട്ടോ. അപ്പോൾ ഇതാ നമ്മളെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, അതും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ച മയോണീസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഒരു മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരുപാടൊന്നുമില്ല, കറക്റ്റ് ആയിട്ടുള്ളത് മയോണീസ് ആട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. ഇതിലും കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മയോണീസ് ഇടാം, പക്ഷേ ഇത് എനിക്ക് കറക്റ്റാണ് കേട്ടോ. ഇതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ, അതിപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇത് നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, കറക്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡില്ലേ അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് 2 പോക്കറ്റായിട്ട് കിട്ടും കേട്ടോ. ഈ ബ്രെഡ് ഇതേപോലെ റൗണ്ടിൽ നിങ്ങൾ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ സ്ക്വയറിലില്ലേ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 കുഞ്ഞു പോക്കറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഇല്ലേ അത് വെച്ച് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണോളം നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം തന്നെ പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ നോമ്പ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഓക്കെ.